ഇപ്പോഴത്തെ കാലാവസ്ഥ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറങ്ങാൻ പോകും കേട്ടോ. അപ്പം ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ബഹ്റൈൻ നാഷണൽ മ്യൂസിയം കാണാനാണ്. ഇവിടെ വന്നിട്ട് കുറേ ആയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്കെന്തോ ഈ ഭാഗം കണക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമല്ലേ കാണാൻ. ആ മരക്കൊമ്പളൊക്കെ ഉണങ്ങി നിന്നിട്ട് കാണാൻ തന്നെ ഒരു രസം. ഞാനത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ പിന്നെ കളിയൊക്കെ ചിരിച്ചുകൊണ്ട് പോവാണ്. പിന്നെ ആളെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അധികമൊന്നും മൂപ്പരാളെ ഞാൻ കാണിക്കണില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ, എനിക്ക് ഈ ആകാശത്ത് കൂടെ പോണ കിളികളെ കാണാനും കടൽ കാണാനും സൂര്യൻ അസ്തമിക്കണത് ഉദിക്കണതൊക്കെ കാണാനും വിമാനം പറക്കുന്നത് കാണാനും അങ്ങനെ ഈ ചെറിയ 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 കാര്യങ്ങളിലും വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ആളാണ് ഞാൻ. അത് മാത്രല്ല കേട്ടാ, നമ്മളെ പച്ചപ്പ് കാണാന്, കാട് കാണാന്, പുല്ല് കാണാന്, അങ്ങനെ 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 അതുകൊണ്ട് തന്നെ ആളെന്നെ എപ്പോഴും കളിക്കും. എന്ത് ചെറിയ കുട്ടികളെ പോലെയാണ്. പക്ഷേ ചെറിയ കുട്ടികളായിട്ടല്ല, എനിക്കെന്തോ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്തായാലും മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നിങ്ങളാരും ഇതുവരെയായിട്ടും ബഹ്റൈനത്തെ നാഷണൽ മ്യൂസിയം കാണാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ പോകേണ്ടതാണ്. ഒരൊന്നൊന്നര സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് ആദ്യത്തെ കാറ്, ബഹ്റൈനത്തെ ആദ്യത്തെ കാറാണ് എന്നാണ് അവിടെ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, ഇനി ഞാനെങ്കിലും അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെന്നപ്പെട്ടത് ഒരു കുടുംബത്തിലേക്കാണ്. ഒരു പരമ്പരാഗത കുടുംബം. ബഹ്റൈനിലുണ്ടായിരുന്ന മുന്നത്തെ ആൾക്കാരെ കുട്ടികളെ നോക്കിയിരുന്നത് എങ്ങനെ, അവരെ കളിച്ചിരുന്ന കളികള്, അവരുടെ കല്യാണം, ഓരോ കുട്ടികൾ എങ്ങനെ കളിച്ചിരുന്നത്, പഠിച്ചിരുന്നത്, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇവിടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ച കളികൾ തന്നെയാണ് അധികം വരെ കളിച്ചിട്ടുള്ളത്. പമ്പരം കറക്കി കളിക്കുക, അതേപോലെ കക്ക് കളിക്കുക, അങ്ങനെ 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 വട്ടം കൂടി കളിക്കുക, അതൊക്കെ തന്നെ ഇവരും കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവര് ദ്വീപിലായോണ്ട് തന്നെ തിരമാല ഇല്ലാത്ത ഭാഗത്ത് പോയിട്ട് മീൻ പിടിച്ച് കളിക്കുക, അതൊക്കെ തന്നെയാണ് ഇവരൊരു ഹോബി. അപ്പൊ ഇതാണ് ഇവരെ സ്കൂള്. ഇങ്ങനെയായിരുന്നു ഇവരെ സ്കൂള് പണ്ടുണ്ടായിരുന്നത്. അപ്പൊ സ്കൂളൊക്കെ ഉണ്ടില്ലേ, ഇനി നമുക്കൊക്കെ ഒരു കല്യാണം കൂടാൻ പോയാലോ. അപ്പം മണവാട്ടീനെ അവർ സെൻറ്ററിൽ ഇരുത്തിക്കാണ്ട് ബാക്കിയുള്ളവരൊക്കെ അത് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഒരു താത്താൻ്റെ കയ്യിൽ വട്ടി, അത് ചെണ്ട മുട്ടാനാണ്. സോറി, ഞാൻ വിചാരിച്ച ആ പെണ്ണിനേറ്റ തല്ലാനാണെന്ന്. ഇതാണ് മണവാട്ടികൾ ഇടുന്ന ട്രഡീഷണൽ ഡ്രസ്സ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇനിയിപ്പോൾ കാക്കാർക്ക് കൊതിയും നോണിയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ഇവിടെയുള്ള പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കൊതിയും നോണിയും പറഞ്ഞിരിക്കും. മുന്നിൽ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുള്ള കുറ്റം കുറവൊക്കെ കണ്ടെത്തും. ഇത് അവരെ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ അവർ കൈകൊണ്ടാണ് ചെയ്യൽ. അങ്ങനെ ചെയ്തുകൊണ്ട് 2-3 താത്താർ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതെന്ത് സംഭവം എന്നറിയോ? ഇത് നമ്മുടെ നാട്ടിൽ മറ്റേ ചരട് ഊതിച്ച് കെട്ടൂലേ, അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. അതെല്ലോടത്തുണ്ട്. ഇനി നമുക്ക് വരെ മുന്നേ ഉണ്ടായിരുന്ന സൂക്ക് എങ്ങനെയെന്നുള്ളത് കാണാം കേട്ടോ.
ഞാൻ സയൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ പാകത്തിനെ കുറിച്ചിട്ട് എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല. ഈ പാത്രങ്ങൾ എന്താണെന്നറിയോ? ഇത് മരിച്ചതിന് ശേഷം ഇവർ വെള്ളം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നതാണോ അത് മരിക്കണതിന് മുന്നേ എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ മൺകൂനകളൊക്കെ അല്ലേ, ഇതൊക്കെ ഓരോ ശവകുടീരങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേ ഇതേപോലത്തെ കുറേ അസ്ഥികൂടങ്ങളുണ്ട്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു, ശാസ്ത്രമേളക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ഈ നമ്മൾ സ്കൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ അന്ന് ശാസ്ത്രമേള ഉണ്ടായിരുന്നത്. ഈ ശവശരീരത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ, 1 മാസം 2 മാസമൊക്കെ പ്രായമായ ഭ്രൂണങ്ങളുണ്ടല്ലോ, അത് പാമ്പ് അങ്ങനത്തെ കുറേ ഇത് ശാസ്ത്രമേളക്ക് കൊണ്ടുവന്ന് വെച്ചിരുന്നു. അന്ന് ഞാൻ ആ ഒരു ലൈനിൽ ആ ഒരു ഭാഗത്തെ ഇപ്പം കണ്ണും മൂടിക്കണ്ട് അല്ലേ, ഇത് കയ്യോളം കണ്ണും മൂടിക്കണ്ട നടന്നിരുന്നത്. അല്ലോ അതൊക്കെ ഒരു കാലം. അന്നത് കണ്ടതിൻ്റെ ശേഷം 2 ദിവസം ഞാൻ പേടിച്ചിട്ട് ഉറക്കം കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക്. അതിൻ്റെ ശേഷമില്ലേ ആ ശവം വെച്ചിരുന്ന ക്ലാസ്സിലോട്ട് പോകാൻ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഈ പാത്രം എന്താണെന്നറിയോ? ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ വരെ ഓരോ ആൾക്കാരെ കുഴിച്ച് മൂടിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് തന്നെ ഒരു ഇടങ്ങേറില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ ഞാൻ കാണുന്നത്. ഞാൻ ഈ ഭാഗത്തെപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു മൂടി കണ്ടിരുന്നു. ഇപ്പം ഞാൻ നല്ലോണം ഇരുന്ന് കാണുന്നുണ്ട്. ഇന്നത്തെ രാത്രിക്കത്തെ ഉറക്ക് പോയി. ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോളി കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ബഹ്റൈനിൽ നിൽക്കുമ്പോൾ ബഹ്റൈനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് അറിയണ്ടേ, അപ്പോൾ വേഗം പോയിട്ട് കണ്ടോളി. പിന്നെ ടിക്കറ്റിനൊന്നും അധികം റേറ്റൊന്നുമില്ല. ഞങ്ങൾ 4 ആൾക്കാർക്കും കൂടി ആകെ 2.5 ദിനാറോ 2 ദിനാറൊറ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ വേഗം പോയിട്ട് കണ്ടോളി. പിന്നില്ലേ നമ്മൾ ചാനലൊന്ന് വലുതാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് സഹകരിക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്തോളി, ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.